എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളാണ്. ഒന്ന് മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ജെറുസലേം ദൈവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ ദൈവാലയ കെട്ടിടങ്ങളെ കാണിക്കുന്നു. എന്നാൽ യേശു അവയുടെ നാശം പ്രവചിക്കുന്നതും പിന്നീട് ഒലിവുമലയിൽ ശിഷ്യന്മാർ അവസാന കാലത്തിന്റെ അടയാളങ്ങൾ ചോദിക്കുമ്പോൾ കള്ളക്രിസ്തുമാരും യുദ്ധങ്ങളും വഞ്ചനയും അനീതിയും വർദ്ധിക്കുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അതിലൊക്കെയും സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്നും സുവിശേഷം ലോകത്ത് മുഴുവൻ പ്രസംഗിച്ച ശേഷം അവസാനം വരും എന്നും കർത്താവ് പറയുന്നു. ജെറുസലേമിന് വരുവാനുള്ള കഷ്ടതയുടെ കാലം ദാനിയേലിന്റെ പ്രവചനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ആ ഗുരുതരമായ പ്രതിസന്ധിയിൽ യഹൂദയിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകണം, ഗർഭിണികൾക്കും മുലകുടിയുള്ളവർക്കും അതികഠിനമായിരിക്കും ഈ കഷ്ടത, ലോകം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദുരന്തമാകുകയും തെരഞ്ഞെടുത്തവർക്കായി ദിനങ്ങൾ ചുരുക്കപ്പെടുകയും ചെയ്യുമെന്ന് കർത്താവ് പ്രവചിക്കുന്നതായി നാം വായിക്കുന്നു. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നതായി നാം വായിക്കുന്നു. യേശുക്രിസ്തു ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത് ദൈവാലയ നാശത്തിന്റെ സമയത്ത് അനേക വ്യാജ ക്രിസ്തുമാരും പ്രവാചകന്മാരും ഉദിക്കുമെന്നാണ്. AD 70 യെരുശലേം നാശത്തിന് മുമ്പും ശേഷവും നിരവധി വ്യാജ ക്രിസ്തുക്കൾ വന്നിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. യോസിഫസിന്റെ ചരിത്രരേഖകൾ പ്രകാരം യെരുശലേമിന്റെ ഉപരോധത്തിനിടയിൽ വ്യാജ ക്രിസ്തുക്കൾ അനേകരെ വഞ്ചിച്ചു എന്ന് വ്യക്തമാണ്. യോസിഫസിന്റെ പുസ്തകത്തിൽ നഗരം പിടിച്ചടക്കി നശിപ്പിക്കപ്പെട്ടതിനു ശേഷം യോനാഥാൻ എന്ന വ്യാജ ക്രിസ്തു പലരെയും സൈറീൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്നും അവർക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു അനേക യഹൂദന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോസിഫസിന്റെ രേഖകൾ പ്രകാരം യെരുശലേം ആക്രമണത്തിലേക്കും അരാജകത്വത്തിലേക്കും മുങ്ങിയപ്പോൾ റോമാ ഗവർണർ കറ്റുലിയാസ് ആക്രമണത്തിന്റെ പാതയിലൂടെ നീങ്ങിയ യോനാഥനെ രാഷ്ട്രീയ കരുനീക്കത്തിലൂടെ പുറത്താക്കി പിന്നീട് റോമാക്കാർക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയ യോനാഥാൻ സ്വന്തം കൂട്ടാളികളായ സിക്കാരികളുടെ കപടതന്ത്രത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ടു എന്നും കാണുന്നു. മറ്റു ചരിത്ര രേഖകളിൽ പറയുന്നത് ജെറുസലേമിന്റെ നാശത്തിനു ശേഷം ശീമോൻ ബാർ കൊഗ്ബ എന്ന വ്യാജൻ താൻ ക്രിസ്തു അഥവാ മിശിഹ ആണെന്ന് അവകാശപ്പെട്ടു അനേക യഹൂദന്മാരെ തെറ്റിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആൻഡ്രിയാൻ ചക്രവർത്തിയായിരുന്ന കാലത്ത് ശീമോൻ ബാർ കൊഗ്ബ എന്ന ഈ യഹൂദൻ ക്രിസ്തുവായി പ്രഖ്യാപിക്കപ്പെടുകയും റോമിന് എതിരെ ഒരു വലിയ വിപ്ലവത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. പ്രശസ്ത യഹൂദ പണ്ഡിതനായിരുന്ന അഗീബ എന്ന റബി ബാർ കൊഗ്ബയെ മിശിഹയായി പിന്തുണച്ചു. അതോടെ ആയിരക്കണക്കിന് യഹൂദന്മാർ അദ്ദേഹത്തെ പിന്തുടർന്ന് ഇസ്രയേലിന് സ്വാതന്ത്ര്യം വീണ്ടെടുക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഈ കലാപം വലിയ ദുരന്തമായി തീർന്നു എന്നും റോമാക്കാർ അതിനെ നിഷ്ഠൂരമായി അടിച്ചമർത്തി അനേകം യഹൂദ നഗരങ്ങൾ നശിപ്പിക്കുകയും യെരുശലേമിൽ നിന്ന് യഹൂദന്മാരെ പുറത്താക്കുകയും ചെയ്തു എന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. വ്യാജ ക്രിസ്തുക്കളും വ്യാജ പ്രവാചകന്മാരും എന്ന് ചേർത്ത് പറയാൻ കാരണം വ്യാജ ക്രിസ്തുക്കൾക്ക് അനുയായികളായിരുന്ന വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു എന്നും അവർ ജനങ്ങളെ തങ്ങൾ മിശിഹായാണെന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചു എന്നതുകൊണ്ടുമാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്
മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വ്യാജമായ അടയാളങ്ങൾ ഉണ്ടായിരിക്കുമെന്നാൽ വൃതന്മാർ അഥവാ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെയും ഇങ്ങനെ തെറ്റിച്ചു കളയാൻ ശ്രമിച്ചാലും സാത്താനോ എതിർ ക്രിസ്തുവിനോ അവരെ വഞ്ചിക്കുക അസാധ്യമാണ് എന്നും വ്യക്തമാക്കുന്നു. യോനാഥാൻ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്നതായി നടിച്ചു എന്ന് ബാർക്കോഗാവ് തന്റെ വായിൽ നിന്ന് ജ്വാല പുറപ്പെടുവിക്കുന്നത് പോലെ ചെയ്തു എന്നും അക്കാലത്ത് അനേക യഹൂദന്മാർ ഇവരെ വിശ്വസിച്ച് ഈ മന്ത്രവാദത്തിനും മാന്ത്രിക വിദ്യയ്ക്കും സ്വയം സമർപ്പിച്ചു എന്നും ജോസിഫസ് ഉൾപ്പെടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. യേശു തന്റെ ശിഷ്യന്മാരോട് വ്യാജ ക്രിസ്തുക്കളുടെ വ്യാജമായ അടയാളങ്ങൾ വിശ്വസിക്കരുത് എന്നും വ്യാജ പ്രവാചകന്മാരുടെ ലക്ഷ്യം വ്യക്തമായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഞ്ചിക്കുകയാണ്, എന്നാൽ അവർ സകല കാപട്യവും അതിജീവിക്കുമെന്നും അർത്ഥമാക്കുന്നു. ഇവയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് മുമ്പേ അരുളി ചെയ്തിരിക്കുന്നു എന്ന വാക്കുകൾ വലിയ പ്രസക്തിയോടെ പറയുന്ന ഈ മുന്നറിയിപ്പുകൾ തന്റെ ശിഷ്യന്മാർ യാതൊരു മിഥ്യാവചനങ്ങളും വിശ്വസിക്കരുത് എന്ന് ഉറപ്പാക്കാനാണ്. കർത്താവ് നൽകുന്ന ഈ മുന്നറിയിപ്പിന്റെ പ്രത്യേക സന്ദർഭം യെരുശലേമിന്റെ അന്ത്യകാലമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് തൊട്ടുമുമ്പുള്ള സമയത്തും മിശിഹായാണെന്ന് അവകാശപ്പെടുന്ന നുണയന്മാരും ദൈവത്തിന്റെ പ്രവാചകന്മാരുമായി നടിക്കുന്ന വഞ്ചകരും ഉയർത്തെഴുന്നേൽക്കുകയും വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കാനുള്ള ഈ വഞ്ചകരുടെ കഴിവിലൂടെ യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഞ്ചിക്കാൻ അവർ പ്രവർത്തിക്കുമെന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. സാധ്യമെങ്കിൽ എന്ന് യേശു കൂട്ടിച്ചേർക്കുന്നതിന് കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വ്യാജന്മാർക്ക് കുറച്ചു കാലത്തേക്ക് വഴിതിരിച്ചു വിടാം എന്നിരുന്നാലും ഒരിക്കലും ക്രിസ്തുവിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നു.